എല്ലാവർക്കും നമസ്കാരം. സോ ആർ യുവർ കിഡ്നീസ് ഓക്കെ? മാർച്ച് 13 വേൾഡ് കിഡ്നി ഡേ. അപ്പോൾ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഡിറ്റക്ട് ഏർലി പ്രൊട്ടക്റ്റ് കിഡ്നി ഹെൽത്ത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അറിയാം, പ്രമേഹ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും അമിത രക്തസമ്മർദ്ദമുള്ളവർ, കൊളസ്ട്രോൾ വ്യതിയാനം, അമിതവണ്ണം, ഇവരിലൊക്കെ വൃക്കരോഗത്തിൻ്റെ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ പ്രമേഹം എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രമേഹമുള്ള 10 പേര് എടുക്കുകയാണെങ്കിൽ അതിൽ 3 തൊട്ട് 4 പേർക്ക് വൃക്കരോഗം വരാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല നമുക്ക് തന്നെ അറിയാം, നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഡയാലിസിസ് മെഷീൻസ് വരുന്ന സ്ഥലങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ വൃക്കരോഗം തീർച്ചയായിട്ടും വർദ്ധിച്ചു വരികയാണ്, പ്രമേഹം വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ. അപ്പോൾ വൃക്കയെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ വൃക്ക സംരക്ഷണത്തിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം വൃക്കരോഗം ഉണ്ടോ എന്ന് അറിയാനായിട്ട് പീരിയോഡിക്കലായിട്ടുള്ള ചെക്കപ്പ് ചെയ്യണം. ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന എന്ന് പറയുന്നത് നമുക്ക് യൂറിനിലെ പ്രോട്ടീൻ ചെക്ക് ചെയ്യുക, മൂത്രത്തിൽ പത പോകുമോ എന്നുള്ളത് അറിയണം. അതിനാണ് യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്ന് പറയും. അത് വർഷത്തിൽ ഒരു 1-2 പ്രാവശ്യമെങ്കിലും അത് ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ അതിനനുബന്ധപ്പെട്ട് ക്രിയാറ്റിനിൻ പരിശോധനയും വർഷത്തിൽ 1-2 പ്രാവശ്യം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. മൂത്രത്തിൽ പത പോകുന്നതാണ് വൃക്കരോഗത്തിൻ്റെ ആദ്യ ലക്ഷണം. പിന്നെ രക്തസമ്മർദ്ദമുള്ളവർ തീർച്ചയായിട്ടും നിയന്ത്രിക്കുക. പലപ്പോഴും അത് മുട്ടുനായകൾ മാത്രമേ പറയാറുള്ളൂ. പേഷ്യൻസ് എപ്പോഴും പറഞ്ഞ നടന്നതുകൊണ്ട്, ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ട് BP കൂടി, ഇങ്ങനത്തുള്ള പല മുട്ടുനായകൾ മാത്രമാണ് BP മരുന്നുകളെക്കുറിച്ച് വരുമ്പോഴത്തേക്കും പറയുന്നത്. പക്ഷേ BP കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇതുകൂടാതെ പല മരുന്നുകളും വൃക്കകൾക്ക് സംരക്ഷണം തരുന്ന മരുന്നുകൾ നമുക്കിപ്പോൾ നാട്ടിലെല്ലാം തന്നെ ലഭ്യമാണ്. അതും കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഇപ്പോൾ ലഭ്യമാണ്. അതും നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഡിറ്റക്ട് ഏർലി ആൻഡ് പ്രൊട്ടക്റ്റ് യുവർ കിഡ്നീസ്. ഇത്ര പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.